നീ എന്താ ഒന്നും കഴിക്കാൻ എഴുന്നേറ്റ് പോകുന്നത്? ഈ തൈര് സാധവും സാമ്പാർ സാധവും കഴിച്ച് ഞാൻ മടുത്തു. എന്റെ ജന്മം താഴെ പോകും. നീ ഇവിടെ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ പോയാൽ ക്ഷീണിച്ചു വല്ലാതാവും. ഇനി ലീവ് തീരാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അവിടെ ചെന്നാ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും വാങ്ങി കഴിക്കാമല്ലോ. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇത്തിരി മീൻ ചാറെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. മീനും? മീൻ ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറ്റിയിട്ട് വേണ്ടേ മീൻ ചാറുണ്ടാക്കാൻ? എന്നാ ഞാനൊരു കാര്യം പറയും. നാളെ എനിക്കൊന്ന് പള്ളിയിൽ പോയാൽ കൊള്ളാന്നുണ്ട്. അയ്യോ, താനിത് കുളമാക്കുമെന്നാ തോന്നുന്നു. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ മാതാവിനോട് നേർന്നതാ. നേർച്ച കടമെന്ന് പറഞ്ഞ വലിയ പാപ. പള്ളി പോണ വഴിക്ക് നമുക്ക് ഹോട്ടലിൽ കയറി വല്ല ബീഫ് ഫ്രൈയോ ഫിഷോ വാങ്ങി കഴിക്കുകയും ചെയ്യാം. നേർച്ചക്കടത്തിന്റെ പേരും പറഞ്ഞ് ഹോട്ടലിൽ കയറി ബീഫ് ഫ്രൈ വാങ്ങി തട്ടാനുള്ള പ്ലാനാണല്ലേ? മഠത്തിൽ ആരെങ്കിലും അറിഞ്ഞാ അന്ന് ഊരേണ്ടി വരും ഈ പൂനൂല്. അവിടെ പോയി കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. മഠത്തിലേക്കോ? ആരും കാണാതെ ഞാൻ കഴിച്ചോളാം. അതൊന്നും ഇപ്പൊ വേണ്ട. എനിക്ക് മീൻ കറി നിർബന്ധ. മീനൊന്ന് ഉറക്ക വിളിച്ച് പറയാതെ ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ. മീൻ മീൻ മീൻ. എന്നടാ കല്യാണം ഇഷ്ട? മീൻ? ആ, മീൻ. മീൻ എന്ന് പറഞ്ഞ മത്സ്യം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, അങ്ങനെ 10 അവതാരങ്ങളുള്ളത്. എന്നടാ 10 അവതാര പേര് കൂടി ബ്രാഹ്മണ പൊണ്ണുക്ക് തിരിയാതാ? ചുമ്മാ ഒരു കോമഡി തന്നെ. അവസാനത്തെ അവതാരം ഇവളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവക്ക് ദേഷ്യം വന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് 10 അവതാരത്തിലെത്തി. അവസാനത്തെ അവതാരമേ കലക്കി. ബഷീറൊക്കെ പറഞ്ഞു വിട്ടോ? പറഞ്ഞു വിട്ടു. സന്തോഷമായി, രക്ഷപ്പെട്ടു. പക്ഷെ അയാൾ പോണ ലക്ഷണമില്ല. പണവും കൊണ്ട് അയാൾ പോകും. എന്നിട്ട് അയാൾ എന്തേ? പണം കിട്ടുന്നവരെ മറ്റെവിടെയെങ്കിലും താമസിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അയാൾ വഴങ്ങിയില്ല. ഒടുവിൽ ഈ മഠത്തിൽ തന്നെ അയാളെ താമസിപ്പിക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു. ഇതിനകത്തോ? പേടിക്കണ്ട, ബുദ്ധിയുള്ളവൻ ഏത് അപകടഘട്ടവും തരണം ചെയ്യാം. സ്വാമിജി, പണം കിട്ടാനല്ലേ സ്വാമി അല്ല എന്ത് കോലം കെട്ടാനും നമ്മൾ തയ്യാറാ. മണിയാ, ഇത് ചതിയായിപ്പോയി. നാവിടുത്തെ മറ്റേ ഭാഷയല്ലേ പറയൂ. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. സ്വാമി ഇനി വാ തുറക്കില്ല. സ്വാമി മൗനവ്രതത്തിലാണെന്ന് ഒരു കാച്ചങ്ങ് കാച്ചാം. സ്വാമി മൗനി ബാബ. ആരാണ് ഇത്? സ്വാമികൾ. സ്വാമി ദന്തഗോപുരാനന്ദ മൗനി ബാബ. ചിരി കണ്ടപ്പോഴേ മനസ്സിലായി പേര് ദന്തഗോപുരാനന്ദ സ്വാമികളെന്ന് തന്നെ ആയിരിക്കും. അകത്തേക്ക് വന്നാട്ടെ. ആരാ മനസ്സിലായില്ല? അയ്യോ, ഒന്നും ചോദിക്കല്ലേ. സ്വാമി മൗനവ്രതത്തിലാ. ബാലുശ്ശേരിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാ. കാശി, രാമേശ്വരം, ഇടുക്കി, പൊന്മുടി, കച്ചേരിപ്പടിയൊക്കെ കറങ്ങി വന്നിരിക്കുക. ഉത്തരേന്ത്യയിൽ സൂര്യസ്വാമി എന്നാ അറിയപ്പെടുന്നേ. സ്വാമിജി ദക്ഷിണ ഡോളറായ സ്വീകരിക്കൂ. ഈ വീട്ടിൽ സന്തതികളില്ലാന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഹിമാലയ സാനുക്കളിൽ നിന്നും ലഭിക്കുന്ന അപൂർവ ഔഷധങ്ങൾ സ്വാമിജിയുടെ പക്കലുണ്ട്. സ്വാമിജി അകത്തേക്ക് ആനയിച്ചാലും വേണ്ട. സ്വാമിജി ഉള്ളിൽ വേണ്ട. സ്വാമിജി മുകളിൽ താമസിച്ചാ മതി. എവിടെ ചെന്നാലും സ്വാമിജിക്ക് മുകളിൽ താമസിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ മുറിയിലാകാമല്ലോ. ഇങ്ങോട്ട് വന്ന സ്വാമിയേ, മഠത്തിലേക്ക് ഒരു സ്വാമിജി വന്ന് കയറുന്നത് നല്ലതാക്കും. ரொம்ப നല്ലതാക്കും. ഇതെന്താണ്? കിച്ചടി. ഇതോ അവിയല്. ഇതെന്താണ്? അച്ചാറ്. പിന്നെ ഇതെന്താണ്? ചപ്പും ചവറൊക്കെ? അത് തോരൻ. കോരനല്ല, ചീരത്തോരൻ. അല്ല ഇതെന്താണ്? സാമ്പാർ. ഞമ്മക്ക് ഈ കുമ്പളങ്ങും വെള്ളരിക്കും തിന്നിട്ട് ഇവിടെ കിടക്കാൻ പറ്റൂല. ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ. ഇത് ബ്രാഹ്മണ മഠമാ. എന്ത് മടായാലും ശരി, ഞമ്മക്ക് നമ്മളെ ശീലം മാറ്റാൻ പറ്റൂല. നമുക്ക് കോഴി ബിരിയാണി തന്നെ വേണം. ഞമ്മക്ക് കിടന്ന് തൊള്ള തുറക്കല്ലേ. സ്വാമിജി ഭക്ഷണത്തിന് മുമ്പ് മൗനം ഭഞ്ജിച്ച് ചില ശ്ലോകങ്ങൾ ചൊല്ലും. എന്നിട്ടേ ഭക്ഷണം കഴിക്കൂ. എന്നമോ ഇടയിലെ ഞമ്മക്കാന്ന് சொன்னாரே, என்ன அது? മാമി, ഈ കുടുംബത്തിൽ സന്തതികൾ ഉണ്ടാകാൻ സ്വാമി സന്താന ഗോപാല ലേഖ്യം തയ്യാറാക്കാൻ പോകുന്നു. അതിന് ഒരു മരുന്ന് കൂടി വേണം. ഞമ്മക്ക. ആ കാ ഹിമാലയത്തിലേക്ക് കിട്ടു. ആ കാര്യം പറഞ്ഞതാ. ആ ഞമ്മക്കാ കൂടി നമ്മുടെ സ്വാമിക്ക് കിടക്കണം. இந்த വീട്ടിലെ നിറയെ കുഴந்தைകൾ പിറക്കണം സ്വാമി. അതാണ് എന്റെ ആശ. ഈ വയസ്സുകാലത്ത് ഞമ്മക്കല്ല തടിയങ്ക ശാപ്പിട്ടാലും ഞങ്ങൾക്ക് കുളന്തേ പറക്കാതെ. അമ്മ പോയി തൂങ്ങിയാട്ടെ. സ്വാമി ശാപ്പിട്ടും. അനന്താ, സ്വാമിക്ക് എന്നെ വേണമോ അടുത്തിരുന്ന് ഗൗനിച്ചുക്കോ. ഒരു കുറയും വരപ്പെടാതെ. മുരുഹാ, ഷൺമുഹാ, നാരായണ, നാശം. വാ തുറക്കുന്ന എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉടല് കരിഞ്ഞു മണക്കണ്. അറ്റ്ലീസ്റ്റ് ഒരു കോഴി ബിരിയാണെങ്കിലും. ഈ രാത്രി ഞാൻ എവിടെ പോയി കോഴിയെ പിടിക്കാനാ? സ്വാമിജി, ഇപ്പൊ ഇത് കൊഞ്ചം കൊഞ്ചമാ ചാപ്പിട്. നേരം വെളുത്തിട്ട് ഞാൻ കോഴി ബിരിയാണി മേടിച്ചു തരാം. കടവുളേ, കയ്യിൽ കാശുമില്ലല്ലോ. അണ്ണാ,
ആ കല്യാണകൃഷ്ണന്റെ മുറി ഒന്ന് അരിച്ചു പറക്ക്. അത് ശരിയാ, അറിഞ്ഞുകൊണ്ട് അവൻ കാരണം തരില്ല. നാളെ എല്ലാവരും അമ്പലത്തിൽ പോകുമ്പോ റൂമിൽ കയറി ഒന്ന് തട്ടാം. പോക്കറ്റൂല്ലേ? ധർമ്മക്കാരെക്കാൾ കഷ്ടമാണടാ നിന്റെ സ്ഥിതി. சிவகாமியோட பேச்சில் இந்த கொந்த எப்படி வந்தாச்சு? തന്തേ தந்த வேற கொந்த வேற, இது கொந்தா. ഇത് കൊന്തയല്ല, മുത്തുമാല, പൈത്യക്കാരൻ. முத்துமாலை கொந்தைங்க எனக்கு நல்லா தெரியும். நீ என்ன ஏமாத்த வேண்டாம். നീ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കാതെ. இந்த குறிச்சி மாலை எப்படி வந்தாச்சு சிவகாமியோட பேச்சில? എനിക്ക് தெரியாது. உனக்கு தெரியாதா? தெரியாது. ஆனா எனக்கு தெரியும். அம்மா, ഞാൻ എല്ലാം പറയാം. அம்மா, அருந்தனா. ஓடி வாங்க அண்ணா, அருந்தனா. எல்லாரும் ஓடி வாங்க. என்ன? கிடைச்சாச்சு. அருந்தனா. அம்மா, அம்மா, ஓடி வா. எல்லாரும் நோக்கு, நோக்கு, இது நோக்கு. இந்தம்மா, நோக்கம்மா. என்னடா இந்த இது கிறிஸ்டியானிகள் பிரார்த்திக்கின்ற கொந்த இல்லவா? இது எப்படி இங்கே வந்தது? சிவகாமியோட பேசி கிடைச்சதா? ശിവകാമിയുടെ പേഴ്സ് പരിശോധിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ചുമ്മാ വരട്ടാതെ. പേഴ്സ് പരിശോധിച്ചത് കൊണ്ടല്ലേ കുരിശുകൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയത്. ഇന്ത കൊന്തയും ശിവകാമിയും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അന്നൊരു ദിവസം ചട്ടയും മുണ്ടും പോട്ട് ഒരു ക്രിസ്ത്യാനി പൊമ്പള പള്ളിയിലേക്കുള്ള വഴി ചോദിച്ച് ഇങ്ങ വന്നത് അനന്തേട്ട കണ്ടതല്ലേ? കണ്ടു. ആ ചേട്ടത്തിയും ഈ കൊന്തയും തമ്മിൽ എന്താ ബന്ധം പറ. പറയാം, ഞാൻ പറയാം. ഞാൻ പറയാം. ഞാൻ പറയാം. അവരെ കയ്യിൽ നീ മാല താഴെ വീണു, ശിവകാമി എടുത്തു വെച്ചു. അതിന് നീ ഇത്ര വെള്ളം വെക്കേണ്ട ആവശ്യമുണ്ടോ? മഹാപാപം എന്നടി നീ കാണിച്ചത്. ഇത് ശീഘ്രം കോമ്പൗണ്ടുക്ക് വെളിയിൽ കൊണ്ട് കളാ. இந்த மடத்துல ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇருக்கு. അന്യ മതക്കാരെയോ അവരുപയോഗിച്ച സാധനങ്ങളോ മടത്തുക്കുള്ളേ കേറ്റാൻ പാടില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ ശിവകാമി? மன்னிக்கணும், தெரியாம செஞ்சு போச்சு. இனி அப்படி ஒண்ணும் செய்ய மாட்டேன். சிவகாமி தெரியாம செய்ததாவும், அவளை மன்னிச்சிருங்கோ. சரி சரி, இதே என்கிட்ட குடுத்துரு. இதை யாரும் இனிமே எடுக்க வேண்டாம். நான் அப்படியே கொண்டு போய் குளத்துல போட்டு சிவ சிவா சிவ சிவா நகர்றா ஏறா. கொஞ்சம் தானே ஏறினது. கீழே இறங்குடா. போட்டேன். நாராயணா, குருவாயூரப்பா, ஹரே கிருஷ்ணா.